ഇന്ന് രാവിലെ ഫോണെടുത്ത് നോക്കിയപ്പോഴും സെയിം വീഡിയോ തന്നെയാണ് കാണാനിടയായത്. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനം കൊണ്ട് മരിച്ചൊരു പെൺകുട്ടി. അവരൊറ്റയ്ക്കല്ല മരിച്ചേക്കുന്നത്, വയറ്റിലൊരു കുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ചപ്പോൾ ആർക്കാ പോയേ? നിനക്കൊക്കെ തന്നെ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിൻ്റെ അപ്പനും അമ്മയ്ക്കും പോയി. നിങ്ങളുടെ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിചാരം മരിച്ചു കഴിഞ്ഞാൽ അവൻ കുറേ നാളെ ശിക്ഷ അനുഭവിക്കും. ഒരു ശിക്ഷ അനുഭവിക്കത്തില്ല. ഒരു മാസം ചിലപ്പോൾ കസ്റ്റഡിയിൽ വെച്ച് വിചാരണ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ വിചാരണ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഒരു നിയമവും ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കത്തില്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ നല്ലൊരു ജീവിതം പോയില്ലേ? ആ കുഞ്ഞെന്ത് തെറ്റാ ചെയ്തേ? നിനക്കല്ലെങ്കിൽ ഇവൻ്റെ അടുത്തുനിന്ന് ഈ ഒരു പിശാചാണ് അവനെന്നെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും ഒരു കൈത്തൊഴിൽ ചെയ്യാൻ പറ്റുന്ന, എന്തായാലും 2 കൈയും 2 കാലും ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടായിരുന്ന ആളല്ലേ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടായിരുന്നോ? സ്വന്തം വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ പോട്ടെ, അവർക്കും അഭിമാന പ്രശ്നം ഉണ്ടാവും. സ്വന്തം വീട്ടുകാരെ തള്ളിക്കളഞ്ഞേക്ക്, വേണ്ട. ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. കെട്ടിപ്പോയ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. നമുക്കവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അത്രയും നാറിയൊരു ജീവിതമാണ് നമുക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടുകാരെയും വെറുപ്പിക്കണ്ട. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അന്തസ്സായിട്ട് ഈ പറഞ്ഞ പുല്ലന്മാരൊക്കെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. സ്വന്തം ജീവൻ ഇങ്ങനെ ഒന്നും ഇല്ലാതാക്കി നശിപ്പിക്കുന്നത് എന്തിനാ? എന്ത് കാര്യത്തിനാ? ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ പൊട്ടത്തരം. നമ്മൾ ഒട്ടും ബോധമില്ലാത്തവരായി എന്ന് സമൂഹത്തെ കാണിച്ചു കൊടുക്കുന്നത് ഓരോ രീതികളാണിങ്ങനെ. ഒന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ 2025 കുറച്ചൊക്കെ ബോധത്തോടു കൂടിയൊക്കെ ചിന്തിക്കും. നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ളവർക്ക് എനിക്കൊന്ന് ഇതിലും കുറച്ചും കൂടിയും ധൈര്യവും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. വന്ന് അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ.